അങ്ങനെ ഏപ്രിൽ മാസം വന്നു, സ്കൂളുകളൊക്കെ അടച്ചു, അവധിയായി. കുറെ സിനിമകളും സീരീസുകളും ഒക്കെ ഈ ഒരു വെക്കേഷൻ കാലത്ത് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ തിയേറ്ററുകളിലും ഡിജിറ്റലായിട്ടും റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ 30+ അപ്കമിംഗ് മൂവീസ് ആൻഡ് സീരീസ് റിലീസിംഗ് ഇൻ ഏപ്രിൽ 2026. ഏപ്രിൽ 2-നാണ് വാഴ 2 റിലീസ് ആവുന്നത്. 2024 ഇറങ്ങിയ വാഴയുടെ 2ാം ഭാഗമാണിത്. ഫസ്റ്റ് പാർട്ടിന്റെ വിജയം കൊണ്ട് അത്യാവശ്യം ഹൈപ്പ് ഒക്കെയുള്ള ഒരു സിനിമ കൂടിയാണിത്. ഇതിന്റെ ഡയറക്ടർ പക്ഷെ വേറെയാണ്. സവിൻ എസ് എ എന്നൊരാളാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഹാഷിർ ഒക്കെ ഉൾപ്പെടെ പുതിയ പിള്ളേരാണ് ഇത്തവണ അഭിനയിക്കുന്നത്. അവർ കഴിഞ്ഞ പാർട്ടിന്റെ ഇടയ്ക്കും ക്ലൈമാക്സിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് റിലീസ് ആയപ്പോൾ തിയേറ്ററിലൊക്കെ നല്ല ഓളമൊക്കെ ആയിരുന്നു, നല്ല റെസ്പോൺസ് ആയിരുന്നു. വലിയ സംഭവം അല്ലെങ്കിലും ഒരു ഡീസന്റ് വാച്ച് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ OTT റിലീസ് ആയപ്പോൾ ഒരേപോലെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമ കൂടിയാണ്. എന്തായാലും ഇത്തവണ ഇത് തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം. ഇനി ഏപ്രിൽ 3-ാം തീയതി കുറച്ച് സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. 3 തമിഴ് പടങ്ങൾ അന്ന് തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. കാളിദാസ് 2 ഭരത് നായകനായിട്ട് വന്ന് 2019 ഇറങ്ങിയ കാളിദാസ് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. ത്രില്ലർ പടമാണ്. ഫസ്റ്റ് പാർട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. ഈ പടത്തിൽ സെയിം ഡയറക്ടറാണ്, പിന്നെ ഭരതും ഉണ്ട്. ബാക്കി കാസ്റ്റ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഗൗതം വാസുദേവ് മേനോനും സമുദ്രകനിയും ഒക്കെ അഭിനയിച്ച കാർമേനി ശെൽവം എന്നൊരു തമിഴ് ഡ്രാമ സിനിമയും അന്ന് തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. അന്ന് തന്നെ നവീൻ ചന്ദ്ര നായകനായിട്ട് അഭിനയിച്ച തമിഴ് ത്രില്ലർ നീലിറയും തിയേറ്ററുകളിൽ റിലീസ് ആകും. റെഡി ഓർ നോട്ടിന്റെ സെക്കൻഡ് പാർട്ട് ഇന്ത്യയിൽ റിലീസ് ആകുന്നത് ഏപ്രിൽ 3-ാം തീയതിയാണ്. കഴിഞ്ഞ മാസം തന്നെ ഇത് US-ലൊക്കെ ഇറങ്ങിയായിരുന്നു. 2019 ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വന്നതെന്ന് തോന്നുന്നു. അത് നല്ലൊരു പടമാണ്. സെക്കൻഡ് പാർട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടറിയാം. ഇതുകൂടാതെ റോബർട്ട് പാറ്റിൻസണും സിന്തയും അഭിനയിച്ച ദ ഡ്രാമ എന്ന ഒരു ഇംഗ്ലീഷ് കോമഡി പടവും 3-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. ഇതും കുറച്ച് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പടമായിട്ട് തോന്നി. ഒരു റോം കോം സെറ്റപ്പ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ട്രെയിലറൊക്കെ കണ്ടാൽ രസം ഉണ്ടായിരുന്നു. അന്ന് തന്നെ തെലുഗു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ മൂവിയായ ബൈക്കറും റിലീസ് ആവുന്നുണ്ട്. ഷർവാനന്ദാണ് ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇനി ഏപ്രിൽ 8-ാം തീയതി സൂപ്പർ ഹീറോ സീരീസ് ആയ ദ ബോയ്സിന്റെ ഫിനാലെ സീസൺ 5 പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഏപ്രിൽ 8-ാം തീയതി 2 എപ്പിസോഡ് ആയിരിക്കും വരിക. അതുപോലെ ഫിനാലെ വരുന്നത് മെയ് 20-നുമാണ്. മൊത്തം 8 എപ്പിസോഡ് ആയിരിക്കും ഇതിനുള്ളത്. എല്ലാ ബുധനാഴ്ചയും ഓരോ എപ്പിസോഡായിട്ടായിരിക്കും ഇത് വരുന്നത്. അതുപോലെ തന്നെ ദ ടെസ്റ്റ്മെന്റ്സ് എന്നൊരു ഡിസ്റ്റോപ്പിയൻ ഡ്രാമ സീരീസ്, ഇംഗ്ലീഷ് സീരീസ് ആണ്. ഇത് ഹുലുവിൽ 8-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിലെ ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതുപോലെ 8-ാം തീയതി തന്നെ അല്ലു അർജുന്റെ പഴയ സൂപ്പർ ഹിറ്റ് പടം ഹാപ്പിയുടെ 4K റീ റിലീസ് ഉണ്ടായിരിക്കും. 10-ാം തീയതി കുറേയധികം സിനിമകളുണ്ട്. 10-ാം തീയതിയാണ് ടൊവിനോ തോമസിന്റെ പള്ളിച്ചട്ടമ്പി റിലീസ് ആവുന്നത്. ഡിജോ ജോസ് ആന്റണിയുടെ പടമാണ്. കയാദ് ലോഹറാണ് ഇതിലെ നായിക. JX ബിജോയാണ് ഇതിന്റെ മ്യൂസിക്. ഇതും ഈ മാസത്തെ അല്പം പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഒരു വിഷു സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഒരു പടം കൂടിയാണ്. അന്ന് തന്നെ മലയാളത്തിൽ നിന്നും മോഹിനിയാട്ടം, അതായത് 2024 ഇറങ്ങിയ ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയുടെ 2ാം ഭാഗമാണ്. ഭരതനാട്യം തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ വലിയ ഹിറ്റൊന്നും ആയില്ല. പക്ഷെ OTT റിലീസ് ആയപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു പടമാണ്. സൈജു കുറുപ്പാണ് ഇതിലെ നായകൻ. ഇതിന്റെ ട്രെയിലറും നല്ല പോസിറ്റീവ് അഭിപ്രായമാണ് കിട്ടിയത്. ഈ മാസം പ്രതീക്ഷയുള്ള വേറൊരു സിനിമ കൂടിയാണിത്. ഇനി ദൃശ്യം 3 ഈ മാസം തന്നെ റിലീസ് ആവേണ്ടതായിരുന്നു. പക്ഷേ യുദ്ധം പ്രശ്നമൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു പടം മെയ് 21-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ലാലേട്ടന്റെ ബർത്ത്ഡേ അന്ന്. പകരം ദൃശ്യം 2 ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ദൃശ്യം 2 ആണ് ഓർക്കുക. കൊറോണ ടൈമിലാണ് ദൃശ്യം 2 ആദ്യം റിലീസ് ആയത്. ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു. സോ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് ഏപ്രിൽ 10-ാം തീയതി പടം തിയേറ്ററിൽ കാണാൻ പറ്റും. പലതവണ മാറ്റിവെച്ച പ്രദീപ് രംഗനാഥിന്റെ ലവ് ഇൻഷുറൻസ് കമ്പനി ഫൈനലി ഏപ്രിൽ 10-ാം തീയതി റിലീസ് ആവുന്നുണ്ടെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതും മാറുമെന്ന് എനിക്ക് അറിയത്തില്ല. കൃതി ഷെട്ടിയാണ് ഈ പടത്തിൽ നായികയായിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലെങ്ങാണ്ട് റിലീസ് ആവേണ്ട ഒരു പടമായിരുന്നു. ഞാൻ തന്നെ ഇതിപ്പോ എത്ര മാസം എത്ര തവണ ഈ പടം റിലീസ് ആവുമെന്ന് പറഞ്ഞൊന്നും എനിക്ക് തന്നെ അറിയത്തില്ല. എന്തായാലും ഇത്തവണ വരുമെന്ന് വിചാരിക്കാം. അതുപോലെ പ്രിയദർശന്റെ പുതിയ ഹിന്ദി ഹൊറർ കോമഡി ഭൂത് ബംഗ്ലായും ഏപ്രിൽ 10-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. അക്ഷയ് കുമാറും തബ്ബുവും ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പഴയ അക്ഷയ് കുമാർ പ്രിയദർശൻ കോംബോയിലേക്കുള്ള ഒരു തിരിച്ചു പോക്ക് പോലെ ചെയ്തേക്കുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. എന്തുമാത്രം പ്രേക്ഷകർ ഇപ്പോൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, കണ്ടറിയാം. ഇനി ഇതുകൂടാതെ അതിവി ശേഷിന്റെ, ഈ പുള്ളിയുടെ പേര് ഞാൻ എങ്ങനെ പറഞ്ഞാലും തെറ്റിപ്പോകും, പുള്ളിയുടെ ഡെക്കോയിറ്റ് എന്ന ഒരു തെലുഗു ആക്ഷൻ പടം 10-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. മൃണാൾ ഠാക്കൂർ, അനുരാഗ് കശ്യപ്, പ്രകാശ് രാജ് ഒക്കെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അതിവിയുടെ തന്നെ ഗൂഢാചാര്യയുടെ ക്യാമറമാൻ ആയിരുന്നു ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ഷനീൽ ഡിയോ.
ഇതുകൂടാതെ റസൽ ക്രോ അഭിനയിച്ച ബീസ്റ്റ് എന്നൊരു ഇംഗ്ലീഷ് സ്പോർട്സ് ആക്ഷൻ പടം തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട് 10-ാം തീയതി തന്നെ. പിന്നെ ദ എക്സിറ്റ് 8 എന്നൊരു ജാപ്പനീസ് ത്രില്ലർ സൈക്കോളജിക്കൽ ഹൊറർ പടമാണ്. ഇതും തിയേറ്റർ റിലീസ് ഉണ്ട്. ഇന്ത്യയിലുണ്ടോ എന്ന് അറിയത്തില്ല. കൂടാതെ ത്രാഷ് എന്നൊരു ഇംഗ്ലീഷ് ഷാർക്ക് ത്രില്ലർ പടവും നെറ്റ്ഫ്ലിക്സിൽ അന്ന് തന്നെ റിലീസ് ആവുന്നുണ്ട്. കിയാനു റീവ്സ് അഭിനയിച്ച ക്രൈം കോമഡി സിനിമയായ ഔട്ട്കം ആപ്പിൾ TV പ്ലസിലും 10-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. ഇതെല്ലാം 10-ാം തീയതിയാണ് കേട്ടോ. പിന്നെ ബോൾസ് അപ്പ് എന്നൊരു ആക്ഷൻ കോമഡി മൂവി ആമസോൺ പ്രൈം വീഡിയോയിൽ ഡയറക്റ്റ് ഡിജിറ്റൽ റിലീസ് ആയിട്ട് വരുന്നുണ്ട് ഏപ്രിൽ 15-ാം തീയതി. ഇനി ഏപ്രിൽ 16-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ ബീഫ് സീരീസിന്റെ സീസൺ 2 റിലീസ് ആവുന്നുണ്ട്. ഇനി 17-ാം തീയതി വിഷു സ്പെഷ്യലായിട്ട് ഒരു മലയാളം സിനിമ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. മധുവിധു റോംകോം അല്ലെങ്കിൽ ഫാമിലി ഡ്രാമ കോമഡി ഫാമിലി ഡ്രാമ ആണെന്ന് തോന്നുന്നു. ഷറഫുദ്ദീനും കല്യാണി പണിക്കരുമാണ് പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. വിഷ്ണു അരവിന്ദാണ് ഇതിന്റെ സംവിധായകൻ. ഇത് മെയ് 1-ന് റിലീസ് വെച്ചിരുന്നതാണ്. അത് പിന്നെ മുമ്പോട്ടേക്ക് മാറ്റിയതാണ്. 17-ാം തീയതി തന്നെ മാതൃഭൂമി എന്ന സൽമാൻ ഖാന്റെ ഹിന്ദി വാർ ആക്ഷൻ പടവും റിലീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഇംഗ്ലീഷ് പടങ്ങളും 17-ാം തീയതി തന്നെ റിലീസ് ഉണ്ട്. ഒന്ന് ദ മമ്മിയാണ്. ലീ ക്രോണിൻ സംവിധാനം ചെയ്ത പടമാണ്. ഒറിജിനൽ പഴയ മമ്മിയുടെ ഒരു റീബൂട്ടായിട്ട് ആരംഭിക്കുകയാണ്, അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ നോബഡി 2-ന് ശേഷം ബോബ് ഓഡൻകർക്ക് അഭിനയിച്ച ഒരു ആക്ഷൻ ത്രില്ലർ നോർമൽ എന്ന സിനിമയും 17-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഫ്രം സീരീസിന്റെ സീസൺ 4 19-ാം തീയതിയാണ് റിലീസ് ആവുന്നത്. ആമസോൺ പ്രൈം വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുക. പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരു ഹൊറർ ത്രില്ലർ സീരീസ് ആണ്. സോ ഞാൻ ഈ മാസം വളരെയധികം ഇൻട്രസ്റ്റോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു സീരീസ് കൂടിയാണ് ഫ്രം സീസൺ 4. പിന്നെ മമ്മൂട്ടി മോഹൻലാലൊക്കെ അഭിനയിച്ച ഈ മാസത്തെ വലിയ പ്രതീക്ഷയായിരുന്ന വമ്പൻ റിലീസായിട്ട് ഇറങ്ങേണ്ടിയിരുന്ന പേട്രിയറ്റ് 23-ാം തീയതി റിലീസ് ആവേണ്ടതായിരുന്നു. പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ അതിന്റെ റിലീസ് തീയതി ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇന്ന്, അതായത് ഏപ്രിൽ 1-ാം തീയതി വൈകിട്ട് 6 മണിക്ക് കൃത്യം അറിയത്തുള്ളൂ എപ്പോഴാണ് പുതിയ റിലീസ് ഡേറ്റ് എന്നുള്ളത്. അതിനുമുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് ഈ വീഡിയോയിൽ റിലീസ് ഡേറ്റ് ഉൾപ്പെടുത്തുന്നില്ല. റീൽസ് ഇടുമ്പോൾ അതിൽ പറയാം. എന്തായാലും ഈ മാസം കാണാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. ഇനി സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന ഒരു സീരീസ്, അതും ആനിമേറ്റഡ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ 23-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 85. ഒറിജിനൽ സ്ട്രേഞ്ചർ തിങ്സിലെ ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ അതാത് ക്യാരക്ടേഴ്സിനും ഡബ് ചെയ്തിരിക്കുന്നതാണ് കേട്ടത്. 24-ാം തീയതി മൈക്കൽ ജാക്സന്റെ ബയോപിക് ആയ മൈക്കൽ എന്ന പടം തിയേറ്ററുകളിൽ റിലീസ് ആകും. അതുപോലെ ഫ്യൂസ് എന്നൊരു ഹൈസ്റ്റ് ത്രില്ലർ പടം, ഇംഗ്ലീഷ് പടം 24-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. 24-ാം തീയതി തന്നെ എപ്പെക്സ് എന്നൊരു ഇംഗ്ലീഷ് ത്രില്ലർ പടം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. ഷാർലിസ് ടെറൻ ഏജറ്റൻ തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ ഹാഫ് മാൻ എന്നൊരു ഇംഗ്ലീഷ് ആക്ഷൻ ഡ്രാമ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലും റിലീസ് ആവുന്നുണ്ട്. അന്ന് തന്നെ ഇഫ് വിഷസ് കുഡ് കിൽ എന്നൊരു സൗത്ത് കൊറിയൻ അഡൽട്ട് ഹൊറർ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. ധനുഷ് നായകനായിട്ട് വരുന്ന തമിഴ് പടം കര ഏപ്രിൽ 30-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. മമിത ബൈജു, സുരാജ് വെഞ്ഞാറമൂടൊക്കെയാണ് ഈ പടത്തിലുള്ളത്. അതുപോലെ തന്നെ രാംചരന്റെ പെഡ്ഡി എന്ന തെലുഗു ആക്ഷൻ പടവും 30-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതിന്റെ ഡേറ്റ് മാറാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് കേട്ടു. സോ കൃത്യമായിട്ട് അറിയില്ല, മാറാനുള്ള ചാൻസ് ഉണ്ട്, അത് ഓർക്കുക. ജാൻവി കപൂർ ആണ് ഇതിൽ നായികയായിട്ട് വരുന്ന. AR റഹ്മാനാണ് മ്യൂസിക്. വൻ ബജറ്റിൽ വരുന്ന ഒരു പടമായിരിക്കും ഇത്. അപ്പം മാൻ ഓൺ ഫയർ എന്നൊരു ആക്ഷൻ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ 30-ാം തീയതി തന്നെ ഇറങ്ങുന്നുണ്ട്. ഇനി ഇതുകൂടാതെ ഷാജി കൈലാസ്, ജോജു ജോർജ് ടീം ഒന്നിക്കുന്ന ആക്ഷൻ പടം വരവ്, പിന്നെ കുഞ്ചാക്കോ ബോബൻ, രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ടീമിന്റെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ സിനിമയൊക്കെ വിഷുവിനും ഈസ്റ്ററും സ്പെഷ്യലായിട്ട് ഏപ്രിലിൽ തന്നെ റിലീസ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കേട്ടത്. പക്ഷെ ഇതുവരെയും ഇതിന്റെ ഒന്നും ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഏപ്രിൽ മാസത്തിൽ റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ ഏതെങ്കിലും പടമോ സീരീസോ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും മറക്കാതെ കമന്റിൽ പറയാൻ ശ്രമിക്കുക. അപ്പൊ ശരിയെന്നാ.